വെച്ച് നപ്പിനിയുടെ പൊടിയുടെ എല്ലാത്തും ചേരണം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകരോട് ഒരു വലിയ ബിഗ് സോറി പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് ഒരു 1 മന്തോളമായി നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡിലേ വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്കങ്ങനെ സ്പെസിഫൈഡ് ആയിട്ടൊരു ടോപ്പിക്കിലല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പല പല വെറൈറ്റി ടോപ്പിക്കുകളാണ് നമ്മുടെ ഓരോ വീഡിയോസിലും വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ വീഡിയോസും തരുമ്പോൾ അതിനകത്ത് മാക്സിമം വെറൈറ്റി ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഡിലേ വന്നത്. പിന്നെ മറ്റൊരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ആയിട്ടുള്ള ഒരുപാട് പേരിൽ നിന്നും പല രീതിയിലുള്ള ഒത്തിരി എൻക്വയറീസ് നമുക്ക് വന്നു. നിങ്ങളിപ്പോൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലേ, ചാനൽ നിന്ന് പോയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിനെ നിങ്ങൾ ഇത്രയേറെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഇത്രയേറെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാനിപ്പോൾ ഒരു വണ്ടിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഊഹിച്ച് കാണും ഇന്നും ഒരു ട്രാവലിംഗ് വ്ളോഗ് ആയിരിക്കുമെന്ന്. ട്രാവലിംഗ് വ്ളോഗ് ആണോ എന്ന് ചോദിച്ചാൽ അതെ, എന്നാലല്ല. അതായത് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഉറുമ്പിക്കരയ്ക്കാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഓൾറെഡി നമ്മളൊരു നമ്മുടെ ആദ്യകാല വ്ളോഗുകളിൽ ഒന്നായിരുന്നു നമ്മുടെ ഉറുമ്പിക്കര വ്ളോഗ്. അതേ സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ ഉറുമ്പിക്കര എന്നുള്ള ആ സ്ഥലത്തെയോ അല്ലെങ്കിൽ നമ്മുടെ യാത്രയോ ഒന്നും അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അന്ന് നമ്മൾ പോയത് 97 മോഡൽ നമ്മുടെ ജീപ്പും കൊണ്ടായിരുന്നു നമ്മൾ ഉറുമ്പിക്കരയ്ക്ക് പോയത്. പക്ഷെ ഇപ്പോൾ കണ്ടീഷൻസ് ഒക്കെ കുറെ മാറി, റോഡ് അതിലും വളരെയേറെ മോശമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് തന്നെയല്ല, നമ്മുടെ ജീപ്പിന്റെ സ്ഥാനത്ത് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഥാർ CRDE ആണ്. അപ്പോൾ നമ്മൾ ഇവന്റെ കൂടെയുള്ള ഓഫ് റോഡിങ് എങ്ങനെയാണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. അന്ന് ജീപ്പും കൊണ്ട് പോയി, ഇന്ന് നമ്മൾ ഈ ഥാറും കൊണ്ട് പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇവന്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഥാറിന്റെ ഓഫ് റോഡിങ് 4 വീൽ ഡ്രൈവ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. നമ്മുടെ ജോമൽ ബ്രോ ഇവിടെ വണ്ടി എടുക്കാൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ ഏന്തിയാർ എത്തിയിരിക്കുകയാണ്. ഏന്തിയാറിൽ നിന്ന് വേണം നമുക്ക് ഉറുമ്പിക്കരയ്ക്ക് കയറി പോകാനായിട്ട്. അത്യാവശ്യം ടാറിങ്ങൊക്കെ ഉള്ള നല്ലൊരു റോഡിൽ കൂടി തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാർഷ്യലി ക്ലൗഡഡ് ആയിട്ടുള്ള ഒരു ആകാശം നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്. അന്നേരം നല്ല ചൂടുള്ള വെയിൽ തന്നെയാണ്. ഇതാണ് നമ്മുടെ ക്യാമറാമാൻ കം എഡിറ്റർ. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു ഫാക്ടറിയാണ് നമ്മളെ കാണുന്നത്. മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു ബിൽഡിംഗ് ആണിതിപ്പോൾ. എങ്കിൽ തന്നെ അതിനൊരു മനോഹാരിതയുണ്ട്.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കാത്തിരുന്നത് പോലെ 4-wheel ഡ്രൈവ് എൻഗേജ് ചെയ്യാനുള്ള ഒരു ടെറൈൻ നമുക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും 4-wheel ഡ്രൈവ് ലോയിലിട്ടാണ് ഇപ്പോൾ നമ്മൾ കയറുന്നത്. കസ്റ്റമൈസേഷനായിട്ട് യാതൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്തിരിക്കുന്ന ആകപ്പാടെ എന്ന് പറഞ്ഞാൽ ഒരു വീൽ ട്രിം മാറിയിട്ടുണ്ട്. അത് സ്റ്റോക്ക് ടയർ തന്നെയാണ് കിടക്കുന്നത്. അല്ലാതെ മറ്റ് ഓഫ് റോഡിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കസ്റ്റമൈസേഷൻസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി ഇപ്പോഴും. പിന്നെ വരുന്നത് ഇത് നമ്മുടെ ഫ്രണ്ട് സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ് വരുന്നത്. റയർ വരുമ്പം ലീഫ് സ്പ്രിംഗ് ആണ് വരുന്നത്. ഇവിടെയാണ് ആ റൂട്ടിൻ്റെ അടുത്തൊരു തിരിവ് വരുന്നത്. ഇവിടെയാണ്. അതിൽ റൈറ്റിൽ പോകുന്നതാണ് മദാമക്കുളം അല്ലെങ്കിൽ ഏലപ്പാറ എന്ന സ്ഥലത്തേക്ക് പോകാനുള്ള റൂട്ടിലൂടെ നമ്മൾ കയറിയിട്ടുണ്ട്. നമ്മുടെ പുറകെ ഒരു ജീപ്പ് കയറി വരുന്നുണ്ട് ഇപ്പോൾ. അത് നോക്കി അതാ ഇവിടെ നമുക്ക് ഒന്നുണ്ട് റൈഡേഴ്സിനെ കാണാം. ഒരു ഹിമാലയൻ നമുക്ക് ഇതായിട്ട് പോയിട്ടുണ്ട്, റോയൽ എൻഫീൽഡ് ഹിമാലയൻ. അടുത്തൊരു ഹിമാലയനും വന്നിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു എക്സ്പൾസ് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു, ഹീറോ എക്സ്പൾസ്. നമ്മൾ വീണ്ടും നമ്മുടെ ഓഫ് റോഡിങ് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കയറാനൊരു ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ എവിടെ ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ട്. ഓഫ് റോഡിങ് ഇഷ്ടപ്പെടുന്ന, ഓഫ് റോഡിങ് ഒരു ഹരമാക്കിയ എല്ലാ വണ്ടിപ്രാന്തന്മാരുടെയും ഒരു വീക്ക്നെസ് ആണ് ഈ കാണുന്ന താർ CRD എന്ന ബാഡ്ജിങ്. നല്ല രീതിയിൽ കാടും പള്ളയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം വളർന്നു നിൽപ്പുണ്ട് റോഡിലേക്ക്. അതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബോഡിയിൽ സ്ക്രാച്ചുകളൊക്കെ വരുത്തുന്നുമുണ്ട്. വലിയ പാറകളൊക്കെ പൊട്ടിച്ചിട്ടിരുന്നതൊക്കെ ഇപ്പോഴും റോഡിൽ നിരത്തിയിരുന്നത് ഇപ്പോഴും അവിടെ തന്നെ ഇങ്ങനെ കിടപ്പുണ്ട്. അതിൻ്റെയൊക്കെ മണ്ടയിൽ കൂടെ വേണം ഇപ്പോൾ കയറി പോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒന്ന് കയറി നോക്കാം. ഫ്രണ്ട് വീല് ചെറുതായിട്ടൊന്ന് കറങ്ങിയെങ്കിലും പിന്നെ സ്മൂത്തായിട്ട് ഒന്ന് കയറിയിട്ടുണ്ട്. റോഡിലെ കല്ലുകളൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അതിൽ ചെറിയ രീതിയിലൊന്ന് കയറി ഉടക്കുന്നുണ്ട് വണ്ടി. പിന്നെ ഹൗസിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും അടിയിലൊക്കെ മുട്ടാതിരിക്കാനായിട്ട് നമ്മൾ പയ്യാണ് പോകുന്നത്. ഞങ്ങളുടെ മെയിൻ ക്യാമറാമാനാണ് ആ ഫ്രണ്ട് ബമ്പറിലിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് പല വ്ളോഗുകളിൽ നമുക്ക് വീഡിയോകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കാണുന്നതൊക്കെയാണ് വലിയ കുഴപ്പമില്ലാത്ത ഒരു റോഡിൻ്റെ ഒരു അവസ്ഥ.
ഇനി മേലോട്ട് പോകുമ്പോഴത്തേന് ഇനിയും ഇതിലും കൂടുതൽ നശിച്ച് കിടക്കുകയെന്നാണ് കേട്ടറിഞ്ഞത്. എന്തായാലും നമുക്ക് കണ്ടറിയാം എങ്ങനെ ഉണ്ടായിരിക്കുമെന്നുള്ളത്. ഓഫ് റോഡിങ്ങിന് വളരെ സ്മൂത്താണ് കേട്ടോ താർ സിആർഡി. ഇത്രയും മോശമായിട്ട് കിടക്കുന്ന ഒരു റോഡിലൂടെയുള്ള യാത്രയാണെങ്കിലും ആ ബോഡിയിലുള്ള ആ ഒലച്ചിലോ കാര്യങ്ങളോ ഒന്നും അധികമൊന്നും നമ്മൾ ഉള്ളിലിരിക്കുന്നവരങ്ങനെ അറിയുന്നില്ല. പക്ഷേ പിൻസീറ്റിലൊരു അത്യാവശ്യം നല്ല രീതിയിൽ ഇത്തിരി ഹാർഡാണ് പുറകിലിരിക്കുന്നവർക്ക്, ഒരു ടോർച്ചർ തന്നെയാണെന്ന് പറയാം. പക്ഷേ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുമ്പം നല്ല കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മണ്ടലോട്ട് ചെല്ലുന്നതനുസരിച്ച്, അതായത് ഉറുമ്പിക്കരയ്ക്ക് ചെല്ലുന്നതനുസരിച്ച് റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞിരുന്നത്. ഇപ്പോൾ എന്തായാലും നമുക്കത് മനസ്സിലാവുന്നുണ്ട്. കല്ലിൻ്റെ മണ്ടയിൽ നിന്ന് ഒരു കല്ലിൻ്റെ മേലോട്ട് ചാടിപ്പോകുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ യാത്ര. ഓഫ് റോഡിങ്ങിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊമെൻറ്റം നമ്മളെപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് അങ്ങ് പോകുക എന്നുള്ളതാണ്. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു അറിവും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. ഒരു മൊമെൻറ്റം തന്നെ നമ്മൾ അങ്ങോട്ട് കീപ്പ് ചെയ്തങ്ങോട്ട് പോവുകയാണെങ്കിൽ, അതായത് കൂടുതൽ സ്പീഡും ഇല്ല എന്നാൽ വണ്ടി നിന്നും പോകുന്നില്ലാത്ത രീതിയിൽ ആ ഒരു രീതിയിൽ അങ്ങനെ പോവുകയാണെങ്കിൽ വണ്ടി സ്മൂത്തായിട്ട് യാത്ര ചെയ്യുകയും ചെയ്യും. ബോഡിക്കോ മറ്റ് സസ്പെൻഷനോ അങ്ങനെ കാര്യങ്ങൾക്കൊന്നും അധികം കേടുപാടുകൾ നമുക്ക് വരത്തുമില്ല. ഇടയ്ക്കിടയ്ക്ക് വലിയ കല്ലുകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വീലൊന്ന് സ്റ്റക്കാവുന്നുണ്ട്. റോഡിൽ വണ്ടി ഒന്ന് സ്റ്റക്കായിട്ട് വീണ്ടും നമ്മളൊന്ന് ആക്സിലറേഷൻ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഈശ്വര, ഇനി ഇതാണ് നമ്മൾ കയറാനുള്ള വഴിയെന്ന് പറയാൻ പറ്റുകയില്ല, എന്നാലും കൽക്കൂട്ടമെന്ന് തന്നെ പറയാം. പക്ക ഓഫ് റോഡിങ് എന്നുള്ള ഒരു ഫീലിലേക്ക് നമ്മളിപ്പോൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹാർഡാണ് ഇപ്പോൾ റോഡൊക്കെ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കല്ലൊക്കെ ഇങ്ങനെ കൂർത്ത് നിൽപ്പുണ്ടാവും, മുകളിലേക്ക് തള്ളി നിൽപ്പുണ്ടാവും. അതൊന്നും നമ്മൾ ജീപ്പിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ഹൗസിങ്ങിനെയോ ഒന്നും അത് ബാധിക്കാതിരിക്കാനായിട്ട് നമ്മൾ അത്രയും കെയർ ചെയ്താണ് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇപ്പം ഹൗസിങ് വല്ലതും തട്ടോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓയിൽ ലീക്കേജ് ഒക്കെ വരും. അതൊക്കെ പിന്നീട് അത് വലിയൊരു പണി തന്നെയാവും വണ്ടിക്ക് തന്നെ. സാമ്പത്തികമായിട്ടും നല്ല രീതിയിൽ നമുക്കത് പണി കിട്ടുന്നതാണ്. ഹൈവേ യാത്രയിലുള്ള ബോഡി റോളിങ്ങും സസ്പെൻഷനിലുള്ള കാര്യക്ഷമതയും നമുക്കൊരു ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിലും, പക്ഷെ അത് ഓഫ് റോഡിങ്ങിൻ്റെ സമയത്ത് അതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുന്നുണ്ട്.
200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഥാറിൽ. 16 വാൾവ് ടർബോ ചാർജർ CRD 2.5 ലിറ്റർ എൻജിനാണ് നമ്മുടെ ഥാറിൻ്റെത്. അങ്ങനെ നമ്മൾ ഉറുമ്പിക്കര ഹില്ലിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഹീന്ദ്ര ഥാറിൻ്റെ ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ട് തന്നെയായിരുന്നു നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഏതൊക്കെയായാലും ഇവിടം വരെയൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് അതിൻ്റെ പാറയുടെ മണ്ട വരെ ഒന്ന് കയറ്റിയിട്ട് നമുക്ക് അവിടെ നിന്നൊരു 5-6 ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകണമെന്നുള്ളതാണല്ലോ എൻ്റെ ഒരു മര്യാദ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം മേലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് വണ്ടി ഇപ്പം കയറിക്കൊണ്ടിരിക്കുന്നത്, ഥാറിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇതാ വരുന്നത് നമ്മുടെ അടുത്തൊരു CRDI ഥാറ് വരുന്നുണ്ടായിരുന്നു. അപ്പം അവരും നമ്മളിട്ടിരിക്കുന്നതിൻ്റെ ആ ഒരു പ്രൊപ്പോർഷനിൽ തന്നെ വന്ന് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് വണ്ടി. കുട്ടിക്കാനം റൂട്ടിൽ നിന്ന് വന്നവരാണത്. നമ്മളിപ്പോൾ കയറി വന്ന ആ വഴി തന്നെ അവർ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ എൻറ്റയർ ചെയ്യുന്നിട്ട് പിന്നെ പൂഞ്ഞാറ് പാല ആ റൂട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ളവരാണ്. അങ്ങനെ അവരെ യാത്രയാക്കി നമ്മൾ വീണ്ടും നമ്മുടെ ഫോട്ടോഷൂട്ടിലേക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റൊക്കെ ഉണ്ട് ഇവിടെ, നല്ല തണുപ്പാണ്. പിന്നെ മഞ്ഞൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല, കാരണം മഴയോ മറ്റോ ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട്. കാരണം നമ്മൾ ഈ യാത്ര നടത്തിയിരിക്കുന്നത് ഥാറിൻ്റെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി എത്രത്തോളമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര ആയതുകൊണ്ട് നമ്മളങ്ങനെ പ്രകൃതി ഭംഗിയെ നമ്മളങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. മലമുകളിൽ റെസ്റ്റോറൻറ്റുകളോ ഹോട്ടലുകളോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ കരുതുന്നതാണ് നല്ലത്. എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ആയിട്ടോ, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് പൊറോട്ടയാണ്. അപ്പം എന്തേറെന്ന് കയറി പോരുന്നതിന് മുന്നായിട്ട് നമ്മൾ വാങ്ങിച്ചു വെച്ചിരുന്നതാണ് കയ്യിൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈ കരുതുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ടയിൽ ചെല്ലുമ്പോഴത്തേന് കഴിക്കാൻ ഉപയോഗിക്കാം. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ നമ്മൾ കൈ കരുതിയിരിക്കണം. ഇനിയിപ്പം നമുക്ക് അടുത്ത ടൗണ് ഏറ്റവും അടുത്തുള്ളതെന്ന് പറയുന്നത് ഒന്ന് കുട്ടിക്കാനമാണ്, അല്ലെങ്കിൽ ഉളുപ്പുണി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയുള്ളൊരു ചെറിയൊരു ടൗൺ എന്ന് പറയാനായിട്ടുള്ളത്. നല്ല വെയിലുണ്ട്, പക്ഷെ അധികം ചൂടൊന്നുമില്ല, പക്ഷേ നല്ല കാറ്റുമുണ്ട്. അതുകൊണ്ട് വെയിലിൻ്റെ അതികഠിനമായ ചൂടൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ മടുപ്പൊന്നും തോന്നുന്നില്ല. പക്ഷെ നല്ല പ്രകാശമുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ ആഹാരം കൊണ്ടുപോകുന്നതായാലും ഒരു വിധത്തിലുള്ള പ്ലാസ്റ്റിക്കുകളും വേസ്റ്റുകളും ഒന്നും നമ്മളവിടെ ഇടാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ എവിടെ പോയാലും
അതിപ്പോൾ ഇന്ന സ്ഥലത്തൊന്നുമില്ല. നമ്മളിപ്പോൾ എവിടെ പോയാലും വെറുതെ അവിടെ കൊണ്ടുപോയി വലിച്ചെറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ഒന്നെങ്കിൽ നമ്മൾ അവിടുന്ന് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് ആ ഉള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ച് പാക്ക് ചെയ്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഉറുമ്പിക്കര വിടുവാണ്. ഇനിയിപ്പോൾ നമ്മൾ ഉറുമ്പിക്കര നിന്ന് കുട്ടിക്കാനം റോഡിലേക്ക് നമ്മൾ ഇറങ്ങുവാണ്. ആ റോഡ് വഴി ഭയങ്കര മോശമാണെന്നാണ് കേട്ടത്. എന്തായാലും നമുക്ക് പോയി നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള അവസ്ഥയൊക്കെ കാര്യങ്ങളൊക്കെ. പവർ ടോക്ക് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 3800 RPM 105 BHP പവറും 1800 RPM 247 Nm ടോർക്കുമാണ് ഈ എഞ്ചിനുള്ളത്. അതേസമയം 4x4 ലോ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം 3 തൊട്ട് 4 ഇരട്ടി വരെ ടോർക്ക് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കസ്റ്റമൈസേഷൻ യാതൊന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മുടെ ഓഫ് റോഡിങ്ങിന് വേണ്ടി കേപ്പബിൾ ആണോ ഇല്ലയോ എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമൈസേഷൻ യാതൊന്നും ചെയ്തിട്ടില്ല. അതായത് വിഞ്ചസ്, ലിംബ്രൈസേഴ്സ്, സ്നോർക്കൽ അങ്ങനെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ആകെപ്പാടെ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് ഇപ്പോഴും വണ്ടി നിൽക്കുന്നത്.
ഇനിയിപ്പോൾ അങ്ങോട്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റോഡാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇടയ്ക്ക് ചെറിയ രീതികളിലൊക്കെ റോഡ് തകർന്ന് കിടപ്പുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാതെ നമ്മൾ ഇപ്പോൾ താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ദാസ് സിആർഡിയുടെ ഓഫ് റോഡിങ് ക്യാപ്പബിലിറ്റി നമ്മൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. നമ്മൾ മെയിൻ റോഡിലേക്ക് വന്ന് ചാടിയിട്ടുണ്ട്. ഇത് കുട്ടിക്കാനം അടുത്താണ് വന്നിരിക്കുന്നത്. നമ്മൾ മുണ്ടക്കയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് KK റോഡിലാണ്. ഇപ്പോൾ KK റോഡിൽ നിന്ന് മുണ്ടക്കയത്തിനുള്ള റൂട്ടിലാണ്. വരുന്ന വഴിയിലുള്ള ഒരു നിന്നുമുള്ളിപ്പാറ എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമാണിത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇപ്പോൾ അവിടെ കാണുന്നുണ്ട്. അടുത്തൊരു പുലിക്കുട്ടി നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട്. ഉറുമ്പിക്കരമലയുടെ മനോഹാരിത ഈ വീഡിയോയിൽ ആസ്വദിക്കാൻ കഴിയാത്തവർക്കായി നമ്മൾ തന്നെ നേരത്തെ നടത്തിയിരുന്ന ഒരു ഉറുമ്പിക്കര യാത്രയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. എല്ലാവരും അത് കാണുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. ഞാനെല്ലാവരും ചെയ്യട്ടെ. അതിൻ്റെ ഒന്നിനെ വരുന്ന ചെയ്യണം. ബൈ.